ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രണവം അസ്ട്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ടോ നക്ഷത്ര സംബന്ധമായിട്ടോ എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ. ഞാനിവിടെ പറയുന്നത് 2026 വിഷുഫലത്തെക്കുറിച്ചാണ്. കഴിഞ്ഞുപോയ വർഷത്തിൽ ഉണ്ടായിരുന്ന സുഖദുഃഖങ്ങളിൽ നിന്നും പുതിയൊരു അധ്യായം തുറക്കുന്ന, സന്തോഷത്തിൻ്റേതായിട്ടുള്ള അധ്യായം തുറക്കുന്ന സമയമാകട്ടെ നമ്മുടെയൊക്കെ ഈ ഒരു വർഷത്തെ വിഷു. ഈ ഒരു വർഷക്കാലം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ശ്രേയസ്സും അഭിവൃദ്ധിയും സന്തോഷവും സമാധാനവും സർവേശ്വരകാരകനായിരിക്കുന്ന ജഗദീശ്വരനിൽ നിന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മേടം രാശി മുതൽ മീനം രാശിയിൽ ജനിച്ച ഓരോരോ രാശിക്കാർക്കും ഉണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ. അവിട്ടം നക്ഷത്രം 30 നാഴികയും ചതയം നക്ഷത്രവും പോരോരുട്ടാതി നക്ഷത്രം 45 നാഴികയും കൂടിച്ചേരുന്ന കുംഭം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ കുടുംബപരമായിട്ടും കുടുംബ ബന്ധങ്ങളിലും സന്തോഷവും സമാധാനവും ഉണ്ടാകുമെങ്കിലും ചില സമയങ്ങളിൽ ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള സമ്മർദ്ദം മൂലം അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ തർക്കങ്ങളോ വരാതെ നോക്കണം. ഇനി തൊഴിൽപരമായിട്ട് നോക്കുമ്പോഴാണെങ്കിൽ ധാരാളമായിട്ടുള്ള അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്നുണ്ട്. അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധിക്കും ശ്രേയസ്സിനുമൊക്കെ സാധ്യത കാണുന്നുണ്ടെങ്കിലും തൻ്റെ കൂടെ നിൽക്കുന്ന സഹായികളുമായിട്ടോ അധികാരികളുമായിട്ടോ അഭിപ്രായ ഭിന്നത വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ വേണ്ട ഒരു സമയമാണ്. ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും കുടുംബജീവിതത്തിലാണെങ്കിലും പരസ്പരം കാര്യങ്ങളെയെല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം. അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു സമയങ്ങളിൽ.